അങ്ങനെ ബാസ വേഴ്സസ് ബെൻഫിക്ക മത്സരത്തിൽ ബാസ 1-0 വിൻ ചെയ്തിട്ടുണ്ട്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഈ ഒരു മാച്ചിൽ ബാസ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ബാസ ഈ ഒരു മാച്ചിൻ്റെ 20-ാം മിനിറ്റിൽ 1 man ഡൗൺ ആയിട്ട് നിൽക്കേണ്ട ഒരു സിനാറിയിലേക്ക് എത്തി. അതായത് നമ്മുടെ കുബാർസിക്ക് റെഡ് കാർഡ് ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം തൊട്ട് മാച്ച് എൻഡ് ആകുന്നത് വരെ 1 man ഡൗൺ ആയിട്ടാണ് നിന്നത്. പക്ഷേ എന്നിട്ടും ബെൻഫിക്കയ്ക്ക് ഒരു ഗോൾ നേടാൻ സാധിച്ചില്ല. പക്ഷേ അതേ സമയത്ത് ബാസ തിരിച്ചൊരു ഗോൾ നേടി. അതുമാത്രമല്ല ആ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ബാസ എത്രത്തോളം ഇവോൾവ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഹാൻസ് ഫ്ലിക്കിനാണ്. കാരണം മുൻപുള്ള ബാസ എന്ന് പറയുന്നത് 1 man ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ഒരു അവേ മാച്ച് കളിക്കുമ്പോഴേക്കും ക്രംബിളാവും. ആ സിനാരിയോസാണ് കൂടുതലും കാണാറ്. പക്ഷേ ആ രീതിയിലല്ല ഇപ്പോഴത്തെ ബാസ ബിഹേവ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ഹാൻസ് ഫ്ലിക്കിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മുടെ റഫീനി ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. 61-ാം മിനിറ്റിൽ ഔട്ട്സൈഡ് ബോക്സിൽ വെച്ചിട്ടാണ് ആ ഒരു ഗോൾ നേടുന്നത്. കിടിലനായിട്ടുള്ളൊരു ഗോളായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ബെൻഫിക്കയ്ക്കെതിരെ ഓൾറെഡി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. 6 മത്സരത്തിൽ ബാസയുടെ രക്ഷകനായിട്ട് വന്നത് റഫീനിയായിരുന്നു. ഇത്തവണത്തെ മത്സരത്തിലും ബാസയുടെ രക്ഷകനായിട്ട് നിന്നത് റഫീനിയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലെഗ് കഴിഞ്ഞ് നമ്മുടെ ഒളിമ്പിക് മോഞ്ചോയിലേഷൻ നടക്കും. ആ ഒരു മത്സരത്തിൽ ബാസ ഇതിനേക്കാളും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് മുന്നോട്ടെക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഒരു മാച്ചിൽ തന്നെ 1 man ഡൗൺ ആയിട്ടും അതുമാത്രമല്ല ഒപ്പോണൻ്റ് ടീമിന് 7 ദിവസത്തെ ബ്രേക്ക് ലഭിച്ചു. ബാസക്ക് ആകെ 2-3 ദിവസത്തെ ബ്രേക്ക് മാത്രമാണ് ലഭിച്ചത്. എന്നിട്ടും ബെൻഫിക്കയെ ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാസ ബെൻഫിക്കയ്ക്കെതിരെയുള്ള ഹോം ഗ്രൗണ്ട് മാച്ചിൽ കിടിലനായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് അവർ ഔട്ട് ക്ലാസ് ചെയ്യുമെന്നതാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ബാസക്ക് വേണ്ടിയിട്ട് നല്ലൊരു എഫേർട്ട് ഇട്ട പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഷെസ്നി പെട്രി, പിന്നെ വരുന്നത് റഫീനിയാണ്. ഏറ്റവും എടുത്ത് പറയുന്നത് ഷെസ്നിയെ തന്നെയാണ്. അദ്ദേഹം കിടിലനായിട്ട് പെർഫോം ചെയ്ത് ബെൻഫിക്കയുടെ കുറേ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്തു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവസാന നിമിഷം ഈ ഒരു ബെൻഫിക്ക ഒരു ലോങ് റേഞ്ചർ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുകയും അത് ഷെസ്നി ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഷെസ്നീന് പകരം ടെർ സ്റ്റെഗനൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നത് ഊഹിക്കാനേ ഉള്ളൂ. വലിയൊരു മാർജിനിൽ നമ്മൾ തോറ്റിട്ടുണ്ടാവുമായിരുന്നു. ശരിക്കും ഷെസ്നി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ ഈ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നത് തന്നെ. ഞാൻ പണ്ടും പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ടീം മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാലും ഡിഫൻസ് നല്ല രീതിയിൽ ഷേക്കുകയാണെങ്കിലും ഗോൾ കീപ്പർ ടോപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു ബാസ വേഴ്സസ് ബെൻഫിക്ക മാച്ചിലെ ഷെസ്നിയുടെ പ്രകടനം. അപ്പോൾ ഇതേ ലെവൽ പെർഫോമൻസാണ് ഞാൻ ടെർ സ്റ്റെഗന്റെ ഭാഗത്ത് നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ലെവൽ പെർഫോമൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ പല ആൾക്കാരും എന്ത് പറയും, ടെർ സ്റ്റെഗൻ ഹേറ്ററാണെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ബാസ ആ ഒരു മാച്ചിൽ കൂടുതൽ ഗോൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ടെർ സ്റ്റെഗൻ എന്ന് പറയുന്ന ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കല്ല, പകരം ഡിഫൻസിൻ്റെ മിസ്റ്റേക്കാണ്, ടീമിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് ടെർ സ്റ്റെഗനെ പ്രൊട്ടക്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞു ഒരു ക്വാളിറ്റി ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാസയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചോ എന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിലൂടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നെക്സ്റ്റ് സമ്മറിൽ ടെർ സ്റ്റെഗനെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗോൾ കീപ്പറെ ബാസ സൈൻ ചെയ്യണമെന്നാണ്. നടന്ന ബാസ സേഫ് സോണിലേക്ക് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് പെഡ്രിയെ കുറിച്ചാണ്. പെഡ്രി ഈ ഒരു മത്സരത്തിൽ നല്ലൊരു ഗെയിം കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു മാച്ചിലില്ലെങ്കിൽ അവിടെ മിഡ്ഫീൽഡിൽ വലിയ രീതിയിലുള്ളൊരു കൺട്രോളോ കാര്യങ്ങളും ഉണ്ടാകത്തില്ല. പക്ഷേ അതേ സമയത്ത് ബെൻഫിക്ക ഇതിനേക്കാളും കൂടുതൽ ഡോമിനേഷനും കാര്യങ്ങളും മുന്നോട്ട് വെച്ചേനെ. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാസ അത്യാവശ്യം ബോൾ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് പെഡ്രി തന്നെയായിരുന്നു. ഇനി പറയാനുള്ളത് റഫീനിയെ കുറിച്ചാണ്. അപ്പോൾ റഫീനിയ എന്ന് പറയുന്ന താരം ഇപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ 61-ാം മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ഔട്ട്സൈഡ് ബോക്സിൽ വെച്ചിട്ട്. അതൊക്കെ നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പ്ലെയറിൻ്റെ ഓവറോൾ പെർഫോമൻസിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. കാരണം ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് ഒരു 2 ഗോൾ നേടാനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 2 അസിസ്റ്റ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെമീനോ അല്ലെങ്കിൽ ലെവൻഡോസ്കിക്കോ നൽകേണ്ട ഒരു പാസ് അദ്ദേഹം ഒപ്പോണന്റ് പ്ലെയറിന് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും അതേപോലെ തന്നെ ഈ ഒരു 1 man ഡൗൺ ആയതിനു ശേഷം നമുക്ക് ചില സമയത്തൊക്കെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോളാക്കി മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ റഫീനി അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത സിനാറിയോസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ടാപ്പിൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ പ്ലെയർ മിസ്സാക്കി. അപ്പോൾ പറഞ്ഞു വരുന്നത് പ്ലെയർ ആ ഒരു വിന്നിംഗ് ഗോൾ നേടി തന്നിട്ടുണ്ടെങ്കിലും പ്ലെയറിൻ്റെ യൂഷ്വൽ ഔട്ട്പുട്ട് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ലൊരു മാർജിനിൽ ഈ ഒരു മാച്ച് വിൻ ചെയ്തേനെ. 1 man ഡൗൺ ആയിട്ടാണെങ്കിലും നല്ലൊരു മാർജിനിൽ നമ്മൾ ഈ ഒരു മാച്ച് വിൻ ചെയ്തേനെ എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഇനി പറയാനുള്ളത് കുബാർസിയെ കുറിച്ചാണ്. ഡിസേർവ് ചെയ്യുന്ന ഒരു റെഡ് കാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ശരിക്കും ഔട്ട്സൈഡ് ദി ബോക്സ് വെച്ചിട്ട് ആ ഒരു ഫൗൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി
ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. എന്തായാലും പ്ലെയറിന് ഡിസേർവ് ചെയ്യുന്നിട്ട് റെഡ് കാർഡ് കൊടുത്തു. പക്ഷേ ഇതിനെല്ലാം തുടക്കക്കാരൻ ഫ്രാങ്ക് ഡിയോങ് ആയിരുന്നു. ഫ്രാങ്ക് ഡിയോങ് ഇപ്പോൾ ഒപ്പോണന്റ് പ്ലെയർ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നതിന് പകരം ആ ഒരു മാച്ച് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിനാറിയോയിലേക്ക് കുബാർസി പോകത്തില്ലായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെഗിൽ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് സെക്കൻഡ് ലെഗിൽ ബാസ് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയതുകൊണ്ട് പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് പീരീഡ് ഇല്ല. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ തന്നെ നമ്മുടെ ബാൾഡേക്ക് ഒരു ആങ്കിൾ പെയിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയർ മിക്കവാറും ഓസസോണ മാച്ചിൽ അവൈലബിൾ ആവത്തില്ല. പകരം ബെൻഫിക്കയ്ക്ക് എതിരുള്ള നമ്മുടെ ഒളിമ്പിക് മോഞ്ചോയ് മാച്ചിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോക്കുക എന്നെല്ലാം കണ്ടു അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.